ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഫുഡ് വെച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് ചോദിച്ചു. ഇത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ടൈമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് സ്പെഷ്യൽ. ഞാൻ എണീച്ചതിൻ്റെ പിന്നാലെ തന്നെ ഒരാൾ കൂടെ തന്നെ എണീച്ച് വന്നിട്ടുണ്ട്. ഞാൻ പതുക്കെ അവിടെ ഉറക്കി കിടത്തി വന്നായിരുന്നു. പക്ഷെ ഞാൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരു 5 മിനിറ്റ് പോലും തികച്ച് അവിടെ കിടക്കൂല. അതിനെന്താ നമ്മൾ കൂടെ തന്നെ വന്നിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് ആൾ. അമ്മ ഇവൾ പരത്തിയതിനെ കൊന്ന്. ഇതില്ല, ഇതേത് എലിയാ കരണ്ടേ? ചുട്ടു എലി കരണ്ടാ? അങ്ങനെ അങ്ങനെ പരത്തിക്കോ. ആ വേദനയാവേ അമ്മമ്മക്ക്. ഓ നീക്കപ്പ എണീക്കടോ. അയ്യോ അമ്മനെ മോള് ഉറങ്ങിപ്പോയി. എണീക്കുവാ. എന്തൊക്കെയാണ് കളിക്കുന്നീ പിന്നെ? ചുട്ടു ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ കണ്ടേ, കണ്ട് 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 കണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കശി ഈ ഒരു സാധനം? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറശ്ശിനിക്ക് പോയപ്പോൾ കണ്ടതാ. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കും ഇത് വാങ്ങിക്കണം എന്ന്. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചു. കാണിക്ക് ചുട്ടൂനെ, കാണിക്ക് കാണിക്ക് ചുട്ടൂനാ. ഇതെന്തിനാടാ കുത്തക്കേട് കളിക്കുന്നത്? എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ അല്ലേ? ഒന്ന് ഇങ്ങോട്ട് അടിക്കോ? അമ്മയ്ക്ക് കാണുന്നില്ല, വിളിച്ചോ. ഓക്കെ, എന്തെങ്കിലും ചെയ്യും. ഓ മിന്നൽ വളയാ പാടുന്ന്. ഓ ആ രണ്ടെണ്ണം പൊട്ടി. ഇന്നെന്നാന്നറിയില്ല, ആൾ രാവിലെ തന്നെ എണീച്ച് നല്ലൊരു എനർജറ്റിക് മൂഡിലായിരുന്നു ഉണ്ടായിരുന്നേ. അപ്പോൾ ആ എനർജി ചോർന്നു പോകുന്നതിലെടുക്കന്നെ ഞാൻ നേരെ പോയി ഒരു ചായയൊക്കെ വെച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ നേരത്തെ കണ്ട പോലെ നമുക്കിനി ചപ്പാത്തി ആൻഡ് ബാജിക്കറി ആയിരുന്നു ഉണ്ടായിരുന്നേ. അപ്പോൾ ചുട്ടു എന്തായാലും ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. എന്താ പറയുക, രാത്രി കുറച്ചധികം ഫീഡിങ് ആണ് ഇവളിപ്പോൾ. രാത്രി മാത്രമേ വലിയ പ്രശ്നമുള്ളൂ. എന്താ പറയുക, നോർമലി നമ്മൾ കണ്ടുവരുന്നതിനേക്കാളും കുട്ടികളിലേക്ക് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ആൾക്ക് ഫീഡിങ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ. പകലൊന്നും അങ്ങനെ കുടിക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിശപ്പാദ്യം മാറ്റിയിട്ട് ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരാളിരുന്ന് വട്ടം ചുറ്റി കളിക്കുന്നുണ്ട്. ജസ്റ്റ് മിസ്സായിരുന്നു, അപ്പം വീണേനെ താഴെ. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ആളൊന്ന് സെറ്റായി. ആൻഡ് അങ്ങനെ ഞാൻ അവൾക്കും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തു. ഞാനും അമ്മയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരിപ്പോൾ എണീച്ച് വന്നിട്ടേ ഉള്ളൂ, മാമനും മമ്മിയൊക്കെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവരും ഫുഡ് കഴിക്കണം. നോക്കട്ടെ, എന്നെ ഇങ്ങനെ. അയ്യോ ആന്ന പോയേ, ക്ലിപ്പ് പോയാ? ഇല്ല, പേടിക്കൊടലി. അങ്ങനെ പിന്നെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് ഏച്ചിമാരുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ മൂടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം TV വെച്ചൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെയും കുറച്ച് പണി നടക്കും. എനിക്ക് കുറച്ചധികം പണിയുണ്ട് ഇന്ന് ആക്ച്വലി. അപ്പോൾ അതിലിടയ്ക്ക് കുറച്ചെല്ലാം അമ്മേനെ ഒന്ന് എന്താ പറയുക ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ എന്തോ നോക്കുമായിരുന്നു, എന്നാന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കുമ്പളങ്ങയുണ്ട്. കുമ്പളങ്ങ എന്താ പറയുക, മറ്റേ നമ്മുടെ നാടൻ കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് ഉണ്ടായിരുന്നു. നമ്മുടെ വരയും കുമ്പളങ്ങ, നരയും കുമ്പളങ്ങ.
അപ്പോൾ അത് നമ്മൾ കറി വെക്കാമെന്ന് വിചാരിച്ചു. മോര് കറിയാണ് വെക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഏത് പച്ചക്കറി ആണെങ്കിലും മോര് കറി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയില്ല, നല്ല ഇഷ്ടമാണ് ആ ഒരു ചെറിയ പുളിയൊക്കെ ആയിട്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെയൊക്കെ തോല് കളയാന്നുള്ളത്. മീൻസ് തോല് കളയലല്ല, ഈ കട്ടിയുള്ള തോട് കളയാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇത് മത്തൻ അതൊക്കെ ആണെങ്കിൽ കുറച്ചൊരു പണിയാണ് തോല് കളയാന്ന് പറയുന്നത്. അങ്ങനെ തോലൊക്കെ കളഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയെല്ലാം മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മോര് കറി ആയതുകൊണ്ട് ഞാൻ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആദ്യം ഈ കുക്കിംഗ് എന്ന് പറയുന്ന സംഭവമൊന്നും തീരെ ഞാൻ ചെയ്യുമായിരുന്നില്ല മാരേജിന് മുന്നേ. ചെയ്യില്ല മീൻസ് ഒട്ടും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്താണ്, എങ്ങനെയാണ് മഞ്ഞൾ, ഉപ്പ്, മുളക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളതിന് ഏകദേശം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ കറിക്കും എനിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്യുന്ന സാധനം നോൺ വെജ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചിട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ മോര് കറി ആണെങ്കിൽ എല്ലാ പച്ചക്കറിയിലും ഇച്ചിരി ഒരു ഇഞ്ചി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കുക്കിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അബ്രോഡൊക്കെ പോയി സെറ്റായ സമയത്ത് അവിടെ നിന്ന് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാണ്ട് വേറെ വഴിയില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെ ഏതിനൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സാമ്പാർ പോലും വെക്കുന്നത്. ABCD അറിയാണ്ടാണ് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സംഭവങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി അമ്മേനെയും വിളിക്കും. അങ്ങനെയാണ് ഓൾമോസ്റ്റ് എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എല്ലാം കുക്ക് ചെയ്യുമായിരുന്നു, സ്നാക്സ് ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പം സത്യം പറഞ്ഞാൽ ചുട്ടു വന്നതിന് ശേഷം ഞാൻ മര്യാദയ്ക്ക് അടുക്കളയിലും കയറില്ല, കുക്കിങ്ങും ചെയ്യാറില്ല. ഇവിടെ വന്നാൽ കുറച്ചും കൂടെ എനിക്ക് ടൈം കിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അച്ചാച്ചനുണ്ടാവും ഷുട്ടൂന് എപ്പോഴും കളിക്കാൻ. അവിടെ ആകുമ്പോൾ ആരും ഉണ്ടാവില്ല ആൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊന്നും. അപ്പോൾ എപ്പോഴും എൻ്റെ വാലിൽ തന്നെ തൂങ്ങി ഇങ്ങനെ നടക്കും. അപ്പോൾ നമ്മൾ ഒറ്റ വിസിലിന് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് സെറ്റാക്കി അടുപ്പത്ത് വെച്ചു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടു. ഇത് നമ്മളെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആവോലിയും അയിലയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് പുളിവെള്ളം ആക്കി ആദ്യം, പിന്നെ അതിനൊക്കെ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, അത്രയാണ് നമ്മൾ മസാലയായിട്ട് ഇടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതുക്കിയതിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ ഫിഷ് ഫ്രൈ ആക്കി നോക്കണം. ആദ്യം എനിക്കും അറിയില്ലായിരുന്നു, ഇത് നമ്മളെ അങ്ങനെ ഏച്ചി ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ഫിഷ് ഫ്രൈ. അത് ഞാൻ ഏച്ചീൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടില്ല ഈ ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. കുഞ്ചു ആണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അവൾ ചെറിയുള്ളിയും സാധനങ്ങളൊക്കെ ഇടും. അപ്പോൾ എനിക്ക് പക്ഷേ ഉള്ളീൻ്റെ ടേസ്റ്റിനേക്കാളും കുറച്ചും കൂടി നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കുറച്ച് പുളിയും കൂടെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിൽ ഇട്ടിട്ടാകുമ്പോൾ അതിലേക്കും കറിവേപ്പില ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു, അമ്മ എക്സ്ട്രാ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ. ആൻഡ് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കിയിട്ട് ഇത് മാഗ്നേറ്റ് ചെയ്ത് കുറച്ചൊരു 5-10 മിനിറ്റെങ്കിലും വെക്കണം. അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഏത് മീനാണെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ മത്തിയൊന്നും അങ്ങനെ ചെയ്താൽ അത്ര മത്തി നമ്മൾ നോർമലി ഉള്ള ടേസ്റ്റിൽ ചെയ്യുന്നതാണ് കൂടുതലും നല്ലതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ മീനും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അതിനിതാ ഞാൻ ഓരോ മീനെടുത്തിട്ട് നമ്മൾ ആദ്യം ആവോലി എടുത്തിട്ടുണ്ടായിരുന്നു. ആവോലിയൊക്കെ എടുത്ത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഇതാ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അപ്പോഴേക്കും നമ്മൾ കുമ്പളങ്ങ ഒറ്റ വിസിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ വിസിൽ മാത്രമേ വേണ്ടൂ നമുക്ക്, അല്ലെങ്കിൽ നല്ലപോലെ അടിഞ്ഞു പോവും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പച്ചക്കറിയാണത്. അപ്പം ഞാൻ പിന്നെ നേരെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി മഞ്ഞളും മുളകും ഒക്കെ നമ്മുടെ കറി വേപ്പിക്കുമ്പോൾ ഇട്ടത് കൊണ്ട് ഇതിനകത്തൊന്നും ഇട്ടിട്ടില്ല. വെറും തേങ്ങയും വെള്ളവും മാത്രം ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അമ്മ എപ്പോഴും ചട്ടിയിലാണ് കറി വെക്കൽ. അതുകൊണ്ട് കുക്കറൊന്ന് സംഭവമായി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി. നമ്മൾ ചട്ടിയിൽ നിന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് നല്ല നാടൻ മോര് കിട്ടിയിട്ടുണ്ടായിരുന്നു, മൂത്ത കൊണ്ടുവന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് മോര് കറി വെക്കാമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മോര് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒരു തിള അത്രേ വേണ്ടൂ. അപ്പോഴേക്ക് തന്നെ നമ്മൾ കറി റെഡിയാവും. ആൻഡ് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് കേട്ടോ കറിക്ക്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മളിത് ഉലുവയും പിന്നെ നമ്മുടെ കടുകും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ വറുത്തിട്ടു. പിന്നെ ഞാൻ അപ്പോൾ തന്നെ നേരെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
നമ്മളിവിടെ ഇപ്പം ആദ്യം നമ്മൾ ആക്ച്വലി തവിടെണ്ണ വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ പിന്നെ കുറച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പിന്നെയും തവിടെണ്ണയിലേക്ക് മാറിയിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്കൊക്കെ അറിയാമല്ലോ ഭയങ്കര പൈസയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തവിടെണ്ണയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. നമ്മൾ മുന്നേ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നമുക്ക് പ്രത്യേകിച്ച് വേറൊരു ടേസ്റ്റോ ചോയോ ഒന്നും തോന്നുകയില്ല. ഇത് അടിപൊളി സംഭവമാണ്. അത്ര റേറ്റും വരില്ല നമുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരു ടിപ്പായിട്ട് പറഞ്ഞേ ഉള്ളൂ. വെളിച്ചെണ്ണ അല്ലാന്നൊന്നും നമുക്ക് തോന്നുകയില്ല. മറ്റേ നമ്മുടെ കടുകെണ്ണ പോലത്തെ അങ്ങനത്തെ വൃത്തിയായിട്ട് ടേസ്റ്റോ കാര്യമൊന്നും അല്ല, സെയിം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നല്ലൊരു സംഭവമാണ്. വീഡിയോയിൽ കത്തി അവിടെ തന്നെ ഉണ്ടല്ലോ. നീ വരുന്ന എൻ്റെ കൂടെ വരുന്ന ഹായ് വരെ ഇങ്ങനെ ഹായ് പറയല്ലോ. അനങ്ങുന്നില്ല. ഷുട്ടൂന് കുറച്ച് സമയം കളിക്കാൻ വേണ്ടിയിട്ട് ധ്രുവൂട്ടം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫാമിലി ഫ്രണ്ടിൻ്റെ മോനാണ്. അപ്പോൾ അവർ കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും മീത മമ്മിയും മാമനും വന്നു. നമ്മളെ കളിയും പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളെ ഏട്ടനും കുഞ്ചൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും ചോറ് കഴിച്ചു. ആ സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഹെഡ് വാഷ് നേരത്തെ കഴിച്ച്. നവരാത്രിൻ്റെ പരിപാടി തുടങ്ങി എനിക്ക് ഇതുവരെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മൂട്ടൻ്റെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഈവനിങ് അമ്പലത്തിൽ പോവും. ഏട്ടനും കുഞ്ചും പിന്നെ അവർ ഗുരുവായൂർ പോകുന്നുണ്ട് ഈവനിങ് ആകുമ്പം. എനിക്ക് എന്തായാലും നെക്സ്റ്റ് മന്ത് എൻഡൊക്കെ ആകുമ്പം പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഗുരുവായൂർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗുരുവായൂർക്ക് ഇപ്പം ട്രാവൽ ചെയ്യുന്നില്ല. ഇവളെയും കൊണ്ട് 2 പ്രാവശ്യം അടുപ്പിച്ച് പോയി വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ്. അങ്ങനെ ഷുട്ടുപ്പി ഉറങ്ങി. ഇനി ഞാൻ കുറച്ചൊന്ന് ഉറങ്ങട്ടെ. നല്ല എന്തോ ഒരു ഉറക്കം വരുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരത്തെ എണീച്ചു. പിന്നെ പുലർച്ചയൊക്കെ ആകുമ്പം ഷുട്ടിപ്പം ഭയങ്കര ഫീലിങ്ങിൻ്റെ ഭയങ്കര ഒരു ഹൈപ്പില്ല. അതുകൊണ്ട് രാവിലെ ഒന്നും അങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. സോ ഞാനും കുറച്ച് സമയം പോയിട്ട് ഉറങ്ങട്ടെ. നമുക്ക് ഉറങ്ങി എണീച്ചിട്ട് കാണാം. അങ്ങനെ ഇതാ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോൾ ഞാൻ പിന്നെ ഗ്രീൻ ടീ എടുത്തു. ഇത് ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പപ്സും ഗ്രീൻ ടീയും കുടിച്ചു. പിന്നെ നേരെ ഞാൻ കുളിച്ച് ഷുട്ടൂനും കുളിപ്പിച്ച് നേരെ പിന്നെ റെഡിയായി. കുഞ്ചും ഏട്ടനും കൂടിയിട്ട് അവർ വൈകുന്നേരം ആയപ്പം എന്താ പറയുക ഗുരുവായൂർ പോയി. ഗുരുവായൂർ എനിക്ക് പിന്നെ അടുത്ത മാസം പിന്നെ എന്തായാലും പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. ഏട്ടനും ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും വൈഫും അവർ 4 ആൾക്കാരാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മയും പിന്നെ നമ്മളെ കൂടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഒരു 7 മണി 7:15 ആയപ്പോൾ അമ്പലത്തിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി. ആസ് യൂഷ്വൽ കുഞ്ചുൻ്റെ ടോപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോവാണ്. ഇങ്ങ് വാ. നോക്കട്ടെ ഷുട്ടു. ഷുട്ടു ഷുട്ടുപ്പി അങ്ങനെ നമ്മളിത് അമ്പലത്തിലെത്തി തൊഴുത് കഴിഞ്ഞു. നമ്മൾ തൊഴുതിട്ട് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കാരണം അത് കഴിയുമ്പോഴേക്കും ഏകദേശം പരിപാടിയെല്ലാം തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡും കഴിച്ചിരുന്നാൽ പിന്നെ നമുക്ക് സീറ്റും കിട്ടും, അവിടെ നിന്ന് എണീക്കേണ്ടിയും പരിപാടിയില്ല. അപ്പോൾ ഷുട്ടു എന്താ പറയുക, ഷുട്ടു ഭയങ്കര അലമ്പായിരുന്നു ആസ് യൂഷ്വൽ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ ആളെ ഒരുവിധം ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആൻഡ് ഇതാ അമ്മ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് വേഗം വന്ന് പോസ് ചെയ്തതാണ്. പക്ഷെ ഞാൻ വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങി. ആദ്യം കുറച്ച് കുട്ടികളുടെ ഡാൻസായിരുന്നു. എന്താ പറയുക, കുറച്ചധികം പരിപാടി ഉണ്ടായിരുന്നു ആക്ച്വലി ഇന്ന് ഞാൻ പോയപ്പോൾ. ഇന്ന് നമുക്ക് ലാസ്റ്റ് ദിവസമല്ലേ, അപ്പോൾ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഷുട്ടു പിന്നെ ആദ്യം അവരുടെ കൂടെ പോയിട്ട് അവൾക്ക് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കാനുള്ള ഒച്ചപ്പാടായിരുന്നു. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് നിർത്തി. ആൾ നിന്നെടുക്കുന്ന തന്നെ തുള്ളിക്കളിക്കുന്നുണ്ട്. തീരെ നിൽക്കണ്ടായപ്പോൾ ഞാൻ ഫോണെടുത്ത് കൈ കൊടുത്തു.
അവൾക്കും കൂടെ പോയിട്ട് കളിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹത്തിലായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മ്യൂസിക് ഡാൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഈ കുട്ടികളുടെ തന്നെ ഒരു 2-3 പെർഫോമൻസ് ഉണ്ടായിരുന്നു അവരുടെ ഗ്രൂപ്പായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഭരതനാട്യം ഉണ്ടായിരുന്നു. ഈ കുഞ്ഞാവേൻ്റെ പെർഫോമൻസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം കുഞ്ഞാണത്, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ഒട്ടും തെറ്റിക്കാണ്ട് കളിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അവളുടെ കളി. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു തിരുവാതിരയും കഴിഞ്ഞ ശേഷമായിരുന്നു അമ്മൂട്ടൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നത്. നമ്മുടെ സെൻറ്ററിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ അമ്മൂട്ടൻ. ആൾ അധികവും എല്ലാ കൊല്ലവും കളിക്കാറുണ്ട്, ഉത്സവത്തിനാണെങ്കിലും എല്ലാം കളിക്കാറുണ്ട്. അപ്പോൾ അവർ ഇപ്രാവശ്യം ഒരു ഫ്യൂഷൻ ഡാൻസാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും ഇത് കട്ട് ചെയ്തിട്ട് സൗണ്ട് മാത്രം വോയിസ് ഓവർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ പരിപാടിയൊക്കെ കഴിഞ്ഞു ഏകദേശം. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അമ്മൂട്ടൻ്റെ ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കണ്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു കൂട്ടിന്. അങ്ങനെ ഇതാ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഇപ്പോൾ വീട്ടിലെത്തി. ഞാൻ കണ്ണട എടുത്തിട്ടുണ്ടായിരുന്നില്ല പോകും, അതുകൊണ്ട് സൗണ്ടും ലൈറ്റൊക്കെ അടിച്ച് തല ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ഡ്രസ്സൊക്കെ മാറ്റണം, ഫ്രഷ് ആവണം, കിടന്നുറങ്ങാനൊന്നും ആയിട്ടില്ല. ശുക്രം എന്തായാലും ഇപ്പോൾ ഒന്നും ഉറങ്ങൂല. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അയ്യോ അയ്യോ